അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചിലരുടെ വീട്ടിൽ ചെന്ന അലമാരിക്കകത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഉംറയ്ക്ക് പോയപ്പോ കൊണ്ടുവന്നയാ. ഉംറയ്ക്ക് പോയപ്പോ ഇങ്ങനെ എന്തിനാ കാക്ക വീട്ടിൽ നിരത്തി വെച്ചിരിക്കണേ? എടോ, എല്ലാ ദിവസവും ഓരോ ഖുർആൻ എടുത്തു വെച്ച് ഒരു സൂറത്തെങ്കിലും ഓതടോ, ഒരായത്തെങ്കിലും ഓത്. ഒന്ന് ബഹുമാനിക്ക്, ഒന്ന് ആദരിക്ക്, അതിനെ കരയിപ്പിക്കരുത്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഓതൂല്ലേ? ഓതുവോ? എന്തോതും? 114 സൂറത്തുണ്ട്. 6666 ഉണ്ടെന്നൊന്നും ഞാൻ പറയില്ല. 6600 പരം ആയത്തുകളുണ്ട്. ഏതെങ്കിലും ഓതൂല്ലേ? ഓതുവോ? ഏതായത്തോതും? ഞാൻ തന്നെ പറഞ്ഞു തരട്ടെ. ഓതുവോ? ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്തോതിയ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ഒരൊറ്റ ആയത്ത് ഓതിയാ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? എന്താ പ്രതിഫലം? പറ കാക്കാമാർ, എന്താ പ്രതിഫലം? സ്വർഗം. ഓതുവോ? നിയത്ത് ചെയ്യുന്നവരൊക്കെ ഒരായത്ത, ഒരു സൂറത്തല്ല, പായസം താഴെ വീഴരുത്, കൈപൊക്കിക്കോ. ഓതുമെന്ന് നിയത്ത് ചെയ്യുന്നവര് ഖുർആനിലെ ഒറ്റ ആയത്ത് പൊക്കട, കൈ പൊക്കട, വലത് കൈ പൊക്കട. ഇൻഷാ അല്ലാഹ് മൊബൈല് താഴെ വീഴരുത്, പിടിച്ചോ ഇപ്പോഴും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏതായത്ത്? അവസാനം പറഞ്ഞു തന്നാ മതിയോ? ഏതായത്ത്? ഖുർആനിൽ ആയത്തിൽ കുർസി എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. ഏതായത്ത്? ഓദിക്കേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യസ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ആയത്ത് ആരാണോ പാരായണം ചെയ്യുന്നത് അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറ, അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറയേ ഉള്ളൂ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കണം. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? പറ കാക്കാമാരെ, മരിച്ചാലല്ലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ? അത് ഇവിടെ ഇരുന്ന് പോവോ? ഇല്ല. അപ്പൊ ഈ ആയത്തോതിയ മരിക്കണം, സ്വർഗത്തിൽ പോകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നബി ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ഈ ആയത്തിൽ കുർസി പാരായണം ചെയ്താൽ അവൻ സ്വർഗത്തിന്റെ അവകാശിയാ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ചെറുപ്പക്കാരൻ ചിന്തിക്കുന്നു, സിറാജ് ഉസ്താദ് കൊള്ളാം, ആദ്യമായിട്ട് ഒരു വയത് വെക്കണേ, നിസ്കരിക്കൊന്നും വേണ്ട, ഒറ്റ ആയത്തോതിയ ഇങ്ങനെ കൊള്ളാടാ, നല്ല വയത് അല്ലേ? ഒറ്റ ആയത്തോതിയ സ്വർഗത്തിൽ പോകാം. നിന്നെ വിറ്റ കാശ് അല്ലാടുത്തുണ്ട്. അല്ലാഹ് ആരാ? ഏറ്റവും വലിയ തന്ത്രശാലിയാ അല്ലാഹ്. എപ്പോഴാ ഓതണ്ടേ? നിസ്കരിച്ച് നിസ്കാരപ്പായിലിരുന്ന 5 വഖത്ത് നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായിലിരുന്ന് കൊണ്ട് നിങ്ങൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ടവരെ, അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിച്ചല്ലോ. ഈ സദസ്സിലിരുന്ന് കൊണ്ട് ചിരിച്ചല്ലോ. ചിരിക്കേണ്ടത് ഇപ്പോഴല്ല ചെറുപ്പക്കാരാ, ചിരിക്കേണ്ടത് ഇപ്പോഴല്ലടാ. ഇപ്പൊ ചിരിക്കാൻ ആരെക്കൊണ്ടും പറ്റുമല്ലോ, ഇപ്പൊ ചിരിക്കാൻ ആരെക്കൊണ്ടും പറ്റുമല്ലോ. ചിരിക്കേണ്ടത് എപ്പോഴെന്നറിയോ? ജീവിതത്തിൽ ഒരിക്കലേ ചിരിക്കാവൂ, ജീവിതത്തിൽ ഒരിക്കലേ ചിരിക്കാവൂ. എപ്പോഴാണ് ചിരിക്കേണ്ടതെന്നറിയുമോ? അദല്ലദീ വലദതു ഉമ്മുക ബകിയാ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ وجهد لنفسك أن تكون إذا بكوا في حال موتك ضاحكا مسرورا
എന്റെ പ്രിയപ്പെട്ടവരെ, ചിരിക്കേണ്ടത് എപ്പോഴെന്നറിയോ? എപ്പോഴാണ് ചിരിക്കേണ്ടതെന്നറിയോ? ഇന്ന് ചിരിക്കാൻ എല്ലാവരെ കൊണ്ടും കഴിയുമല്ലോ. ജീവിതത്തിൽ ചിരിക്കേണ്ട സമയം എപ്പോഴെന്നറിയുമോ? എല്ലാവരും വാശിയുള്ളവരാണ്, എല്ലാവരും വാശിയുള്ളവരാണ്. എടാ ചെറുപ്പക്കാരാ, വാശി കാണിക്കടാ. നിനക്ക് അന്തസ്സുണ്ടെങ്കിലോ, എടാ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ വാശി കാണിക്കണം ചെറുപ്പക്കാരാ. ആരോടാണ് വാശി കാണിക്കേണ്ടതെന്നറിയോ? ആരെയാണ് പരാജയപ്പെടുത്തേണ്ടതെന്നറിയോ? കവി പറയുകയാ, അന്തല്ലദീ വലദതു ഉമ്മുക ബകിയാ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ. പടച്ചവനെ, 9.5 മാസക്കാല ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നമ്മളെ പ്രസവിച്ച നമ്മുടെ ഉമ്മയുണ്ടല്ലോ, എപ്പോഴും പറയാറുണ്ട്, മരണവേദനയുടെ വേദനയും നൊന്താണ് നിന്നെ പ്രസവിച്ചതെന്ന്. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഉമ്മ എപ്പോഴും പറയും, മരണവേദനയുടെ വേദനയും എന്താണ് പ്രസവിച്ചതെന്ന്. ഞാൻ ചോദിക്കട്ടെ, എടാ നമ്മളെ എത്ര വേദന സഹിച്ചിട്ടാണെങ്കിലും നമ്മുടെ ഉമ്മ പ്രസവിച്ചത്, നമ്മളൊക്കെ എത്ര വേദന സഹിച്ചിട്ടാണ് ഉമ്മ പ്രസവിച്ചതെങ്കിലും നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പോ നമ്മുടെ ഉമ്മ ചിരിക്കുകയാ ചെയ്തേ. 9.5 മാസക്കാലം ചുമന്നുകൊണ്ട് നടന്ന തന്റെ പൊന്നുമകനെ, തന്റെ പൊന്നുമകളെ ഉമ്മാടെ മുമ്പിൽ നേഴ്സ് കൊണ്ടുവന്നിട്ട് ഇതാണ് നിന്റെ കുഞ്ഞെന്നിങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ ഉമ്മ ചിരിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിൽ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന വാപ്പ, ആ വാപ്പയും നമ്മളെ നോക്കി ചിരിച്ചു. നമ്മളെ കണ്ടവരെല്ലാവരും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. എന്തിന്? സാക്ഷാൽ ഇബ്ലീസ് പോലും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. ഇബ്ലീസ് പോലും നമ്മളെ നോക്കി ചിരിച്ചു. പക്ഷെ നമ്മളോ ആ സമയത്ത് കരയുകയായിരുന്നു. ആ ചോരക്കുഞ്ഞായ ഞാനും നിങ്ങളും നെഞ്ചുപൊട്ടികെട്ട് കരഞ്ഞപ്പോ എല്ലാവരും നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാ. നമ്മൾ കരയുന്നതാരും കണ്ടില്ല, നമ്മളുടെ കരച്ചിലിനാരും പരിഗണന നൽകിയില്ല. നമ്മൾ കരയുന്ന സമയം എല്ലാവരും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചല്ലോ. പ്രതികാരം ചെയ്യണമടാ ചെറുപ്പക്കാരാ, പ്രതികാരം ചെയ്യണം. നീ കരഞ്ഞപ്പോ നിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇബ്ലീസ് ചിരിച്ചല്ലോ, മാതാപിതാക്കള് ചിരിച്ചല്ലോ, നിന്റെ കൂടപ്പറപ്പ് ചിരിച്ചല്ലോ, നിന്റെ കുടുംബക്കാര് ചിരിച്ചല്ലോ. ഇവരോട് പ്രതികാരം ചെയ്യണം. ഉമ്മാനെ തല്ലിയിട്ടല്ല, ഉപ്പാനെ അടിച്ചിറക്കിയിട്ടല്ല, കൂടപ്പറപ്പിനെ കണ്ണിനീരിൽ കുടിപ്പിച്ചിട്ടല്ല. എങ്ങനെയാണ് ഇവരെ ചിരിപ്പി, ഇവരെ കരയിപ്പിക്കേണ്ടത്? ഇവരോട് പ്രതികാരം ചെയ്യേണ്ടത് എപ്പോഴും അറിയോ? അന്തല്ലദീ വലദതു ഉമ്മുക ബകിയാ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ വജ്ഹദ ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. ഇവിടത്തെ പള്ളിയിൽ ഒരു ദിവസം വിളിച്ചു പറയും, നീ മരിച്ചുപോയെന്ന്. അന്ന് കുടുംബക്കാരും നാട്ടുകാരും കുടുംബക്കാരും കൂട്ടുകാരും എല്ലാവരും നിന്റെ വീടിനകത്തേക്ക് കടന്നു വരുമല്ലോ. അന്ന് നിലവിളിയാ. ഉമ്മ കരയുന്നുണ്ട്, വാപ്പ കരയുന്നുണ്ട്, കൂടപ്പറപ്പ് കരയുന്നുണ്ട്, കൂട്ടുകാര് കരയുന്നുണ്ട്, കുടുംബക്കാര് കരയുന്നുണ്ട്, ഭാര്യ മക്കള് കരയുന്നുണ്ട്. എല്ലാവരും കരയുകയാ. എല്ലാവരും നിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് നെഞ്ചുപൊട്ടിയിട്ട് കരയുകയാ. നീയാണെങ്കിലോ വെള്ളത്തുണിയുടെ അടിയിൽ കിടന്ന് ചിരിക്കുകയാ. വെള്ളത്തുണിയുടെ അടിയിൽ കിടന്നിട്ട് മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ അവരുടെ മുഖത്ത് നോക്കി ചിരിക്കണമടാ ചെറുപ്പക്കാരാ. അപ്പോഴാടാ നീ മനുഷ്യനാകുന്നത്, അപ്പോഴാണ് നീ വിജയിച്ചവനാകുന്നത്. അതുകൊണ്ട് പെങ്ങളെ, ക്ഷമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നു കാണലെന്നാ പൊന്നേ.
സ്വന്തം മകന്റെ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് പ്രിയപ്പെട്ട മാതാവ് നെഞ്ചുപൊട്ടികെട്ട് കരയുമ്പോ ഉമ്മാടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ചോദിക്കണം, ഉമ്മാ ഞാൻ കരഞ്ഞ സമയത്ത് നിങ്ങൾ ചിരിച്ചില്ലേ? ഇന്ന് നിങ്ങളെല്ലാവരും കരയുമ്പോ എന്റെ മുഖത്ത് നോക്കുമ്മാ, എന്റെ മുഖത്തേക്ക് നോക്കുവാപ്പാ. സ്വന്തം മകന്റെ മരിച്ചു കിടക്കുന്ന പൊന്നുമകന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടിട്ട് ഉമ്മ ചോദിക്കുന്നു, മോനെ എന്ത് മരണമാടാ, ഇതെന്ത് മരണമാ മോനെ, എന്തൊരു പ്രകാശമാ മോനെ. ജീവിച്ചിരുന്ന കാലത്ത് ഭർത്താവിന് ഗ്ലാമറില്ലെന്ന് പറഞ്ഞ് കളിയാക്കിയ ഭാര്യ, നിങ്ങൾ കറുത്തവനാ, നിങ്ങൾ കറുത്തവനാ, എനിക്ക് ചേർന്നവനല്ല എന്ന് കളിയാക്കിയ ഭാര്യ മരിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ ജനാസ കണ്ടപ്പോ ആ പെണ്ണുപോലും ചോദിക്കുന്നു, എന്തൊരു വെളിച്ചമാ, എന്റെ ഈ കാര്യം എന്തൊരു ഗ്ലാമറാ, സൗന്ദര്യമാ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് ചിരിക്കേണ്ടത്, അപ്പോഴാണ് ചിരിക്കേണ്ടത്. അങ്ങനെ ഒരു മരണം നിങ്ങൾക്ക് വേണോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വെറുതെ മരിച്ചാ പോരാ, എവിടെയെങ്കിലും കിടന്ന് എങ്ങനെയെങ്കിലും മരിച്ചാ പോരാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങൾ ഈമാനോടുകൂടി വേണം മരിക്കാൻ, നിങ്ങൾ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് വേണം മരിക്കാൻ, നിങ്ങൾ മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. അല്ലാതെ മരിക്കല്ലേ, അല്ലാതെ മരിക്കല്ലേ. എല്ലാവരും ദുആ ചെയ്ത് അങ്ങനെയുള്ള ഒരു മരണം കിട്ടാനാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരു നല്ല മരണം വേണോ, ഒരു നല്ല മരണം വേണോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഇന്നത്തെ രാത്രി മുതൽ ഉസ്താദേ മരിക്കുന്ന കാലത്തോളം, ഓർമ്മയുള്ള കാലത്തോളം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെടുത്ത് ആയത്തുൽ കുർസി പാരായണം ചെയ്യുമെന്ന് തീരുമാനിച്ചവര്, നിനക്ക് അല്ലാഹു തരുമടാ ഉപ്പാ, നിനക്ക് അല്ലാഹു തരും വാപ്പാ. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള്, ഒരു നല്ല മരണം വേണോ, ഒരു നല്ല മരണം വേണോ. അല്ലാഹു നിനക്കൊരു നല്ല മരണം തരികയാ. എങ്ങനെയുള്ള മരണമെന്നറിയുവോ? എങ്ങനെയുള്ള മരണമെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു. 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 36ാമത്തെ വയസ്സിൽ വഫാത്തായ സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു. നിന്നെപ്പോലെ 50 കൊല്ലമൊന്നും മുസ്ലിമായി ജീവിച്ചില്ല, 6 കൊല്ലമാണ് ജീവിച്ചത്, 6 വർഷമാണ് ജീവിച്ചത്. പക്ഷേ ആ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനമുണ്ടല്ലോ, അല്ലാഹുവിന്റെ അർശ് പോലും കിടുങ്ങുകയാണ്. 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ മരിച്ചപ്പോ ജനാസ കണ്ടവർ പറയുന്നു, സഅദ് എന്തൊരു പ്രകാശവാ സഅദ്, എന്തൊരു പുഞ്ചിരിയാ സഅദ്, ഉറങ്ങുകയാണോ സഅദ്? സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖം കണ്ടവർ മുഴുവനും അവിടെ അത്ഭുതപ്പെടുകയാ. മനോഹരമായ ഒരു മരണമായിരുന്നു, മനോഹരമായ ഒരു മരണമായിരുന്നു. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊണ്ടുപോവുകയാ. സഅദ് തങ്ങളുടെ ജനാസ കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, മുത്തുനബിയേ
മയ്യത്തിന് ഭാരമില്ല നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ. സഹാബത്ത് നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയേ തള്ളവിരൽ കുത്തിയിട്ട് നടക്കുന്നത് കണ്ടല്ലോ, കാരണം എന്താണ് നബിയേ? സഹാബ 70,000 മലക്കുകൾ ഇറങ്ങി വന്നു സഹാബ. ആ സ്വഹാബികളുടെ ജനാസ ഖബറടക്കാൻ, സ്വഹാബിയുടെ ജനാസ ചുമക്കാൻ ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വന്നല്ലോ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ചവര് നിർത്തുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുന്നവർക്ക് റബ്ബ് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നല്ല മരണമാണ്, ഈമാനുള്ള മരണമാണ്, ശഹീദിന്റെ കൂലി കിട്ടുന്ന മരണമാണ്, കാണുന്നവർ മുഴുവനും കൊതിച്ചു പോകുന്ന മരണമാണ്. അല്ലാഹുവേ, നിന്റെ ജീവിതത്തിൽ അഭിലാഷവും അത് തന്നെയല്ലേ. രണ്ട്, ആകാശ ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകളെ ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകൾ വരണമടാ. കള്ളുകുടിയനും പെണ്ണുപിടിയനും വ്യഭിചാരിയും പരിശുദ്ധനവനും ലോട്ടറി എടുക്കുന്നവനും നിസ്കരിക്കാത്തവനും അഹങ്കാരിയും ഏഷടിയും പരദൂഷണവും പറഞ്ഞുകൊണ്ട് നടക്കുന്നവനല്ല നിന്റെ ജനാസ എടുക്കേണ്ടത്, നിന്റെ ജനാസ ചുമക്കേണ്ടത്, നിന്റെ മയ്യത്ത് നമസ്കരിക്കേണ്ടത്. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ ജനാസ നമസ്കാരത്തിലേക്ക് കടന്നു വരികയാ. പടച്ചുറപ്പ് സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ കുടിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ, മണ്ണിന് വല്ലാത്ത സുഗന്ധമാ. ആരും കാണാതെ ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാണ്. വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, മണ്ണ് കസ്തൂരിയായിരിക്കുകയാ. വീടിന്റെ റൂമിന്റെ അകത്ത് മുഴുവനും സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. പടച്ചവരെ, ആ ഖബർ കുടിച്ച മനുഷ്യനുണ്ടല്ലോ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കാണുമ്പോ അവിടുന്ന് ചോദിക്കുന്നു, സഅദ്, അല്ലാഹു നിനക്ക് നല്ല മരണം തന്നല്ലോ, മലക്കുകൾ ഇറങ്ങി വന്നല്ലോ, ഖബറിലെ മണ്ണിന് പോലും സുഗന്ധമായിരുന്നല്ലോ, എങ്ങനെയാ സഅദ് ഈ പ്രതിഫലം കിട്ടാറുള്ള കാരണം എന്തായിരുന്നു സഅദ്? എന്ത് നന്മയാണ് ചെയ്തത് സഅദ്? സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ ഓതിയ പരിശുദ്ധമായ ഖുർആൻ, ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പും അല്ലാഹു അതിന് തന്ന പ്രതിഫലമാണെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചോ. നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും രക്ഷപ്പെടും. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് ആയത്തിൽ കുർസി ഇന്ന് ഓതിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ എല്ലാ ദിവസവും ഓർമ്മയോടുകൂടി പാരായണം ചെയ്യ്, നല്ല മരണം കിട്ടും. ഒന്ന്. രണ്ട്, നിന്റെ ജനാസ കാണാനും ചുമക്കാനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ സൗദി അറേബ്യയുടെ ഭരണാധികാരിയോ അല്ല വരുന്നത്, അല്ലാഹുവിന്റെ മലക്കുകൾ വരും. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മൂന്ന്, നിനക്ക് കുടിക്കുന്ന ഖബറിലെ മണ്ണ് പോലും നീ ഒന്ന് വാരിയിട്ട് നീ ശ്വസിച്ചു നോക്ക്, അതിനകത്ത് സുഗന്ധമുണ്ടാകും. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറയുകയാണ്, വഇൻ തദ്ഉഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് പരിഗണിക്കാതെ അവഗണിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ. ഖബറിനെ കുറിച്ച്, നരകത്തെ കുറിച്ച്, മരണത്തെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, മീസാനിനെ കുറിച്ച്, നരകത്തിന്റെ തട്ടുകളെ കുറിച്ച്, അല്ലാഹുവിന്റെ ഭയാനകമായ ശിക്ഷകളെ കുറിച്ച്, മരണത്തിന്റെ രംഗങ്ങളെ കുറിച്ച് വിശദീകരിക്കുമ്പോ ഇതൊക്കെ കേട്ടിട്ട് നിസാരമായി തള്ളിക്കളയുന്നവനുണ്ടല്ലോ, അതിനെ പരിഗണിക്കാത്തവനുണ്ടല്ലോ. അല്ലാഹു അവന് കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ?
അല്ലാഹു പറയുകയാ വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്ന ഓർമ്മപ്പെടുത്തുകയാ. ഭയപ്പെടണം ഉപ്പമാരെ, ചെറുപ്പക്കാരെ, പേടിക്കണമടാ. പടച്ചവനെ 60 50 വയസ്സുള്ള പ്രായം ചെന്ന രോഗം പിടിച്ച നിന്റെ പ്രിയപ്പെട്ട ബാപ്പ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ നമസ്കരിക്കാൻ പോകാതെ വീടിനകത്തിരിക്കുന്ന ഉപ്പയെ നോക്കിയിട്ട് നീ ചിന്തിക്കുന്നല്ലോ, അല്ലാ എന്റെ വാപ്പ നന്നാകുന്നില്ലല്ലോ തമ്പുരാനെ. എന്റെ വാപ്പയ്ക്ക് 50 വയസ്സായി, 55 വയസ്സായി, 60 വയസ്സായി. വാപ്പയുടെ കൂടപ്പിറപ്പ് മരിച്ചു, കുടുംബക്കാര് മരിച്ചു, കൂട്ടുകാര് മരിച്ചു, ഒരുപാട് രോഗമുണ്ട്. എന്റെ പടച്ചവനെ ഉസ്താദിനോട് പറയുന്നു, എന്റെ വാപ്പ നിസ്കരിക്കുന്നില്ല ഉസ്താദ്, എന്റെ വാപ്പ നന്നാകാൻ ദുആ ചെയ്യണേ. 50 60 65 70 വയസ്സുള്ള നിന്റെ ഉമ്മയുണ്ടല്ലോ, നമസ്കാരം കഴിഞ്ഞിട്ട് ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് സീരിയൽ കാണുന്നില്ലേ? എന്റെ എത്ര ഉപദേശിച്ചിട്ടും നിന്റെ ഉമ്മ നന്നാകാത്തതിന്റെ കാരണമെന്താ? നിന്റെ ഉമ്മയുടെ മനസ്സു മാറാത്തതിന്റെ കാരണമെന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മരണവും നരകവും ഖബറും പരലോകവും മഹ്ശറയും സിറാത്തുമല്ല ഖുർആൻ ഓതിയിട്ട് ഉസ്താദന്മാര് പറഞ്ഞു തരുമല്ലോ. പറഞ്ഞു തന്നാലും ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്തുകൊണ്ടെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, وَإِنْ تَدْعُوهُمْ إِلَى الْهُدَى فَلَنْ يَهْتَدُوا إِذًا أَبَدًا. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹ് നിന്നെ കൈവിട്ട് കളഞ്ഞടാ, അല്ലാഹ് നിന്നെ കൈവിട്ട് കളഞ്ഞടാ. നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഈമാനിന്റെ വെളിച്ചം അല്ലാഹു തരൂല. നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഈമാനിന്റെ വെളിച്ചം പിന്നെ കേറൂല. അല്ലാഹു നിനക്ക് ഹിദായത്ത് തരൂല. ഈ പറയുന്നത് കേട്ടാലല്ലേ പടച്ചവനെ 15 20 വയസ്സുള്ള പെൺകുട്ടി അവന്റെ കൂടെ ജന്മം കൊടുത്ത ഉപ്പയെയും ഉമ്മയെയും മതത്തെയും മറന്നിട്ട് കണ്ട കാമുകന്റെ കൂടെ ഇറങ്ങി പോകുമല്ലോ. കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോയി അവസാനം പിടിച്ചു കൊണ്ടുവന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽപ്പെടുത്ത് നോക്കി, തല്ലി നോക്കി, ഉപദേശിച്ചു നോക്കി, സ്നേഹിച്ചു നോക്കി, കുടുംബക്കാര് വന്ന് ഉപദേശിച്ചു നോക്കി, ഉസ്താദന്മാർ ഉപദേശിച്ചു നോക്കി, വരുന്നവനും പോകുന്നവനും എല്ലാം ഉപദേശിച്ചു നോക്കി. എന്നിട്ടും അവള് പറയുന്നു, എനിക്ക് അവനമതി, അവനമതി. പറയാനുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ദീനിനെ മറന്നുകൊണ്ട് കണ്ടവന്റെ കൂടെ ഒളിച്ചോടുന്ന പെൺകുട്ടിയെ ഉപദേശിച്ചിട്ട് അവള് നന്നാകാത്തതിന്റെ കാരണമെന്താ? അല്ലാഹു പറയുകയാ, വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുഅദൂനനി വഖദ് തഅലമൂന അന്നീ റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ വസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് ഈ ഒളിച്ചോടിപ്പോയ പെൺകുട്ടിയെ വിളിച്ചോണ്ട് വരും. മോളെ, അവൻ നമ്മുടെ മതമല്ല, എനിക്ക് കുഴപ്പമില്ല വാപ്പ. അവൻ കള്ളു കുടിക്കും മോനെ, കഞ്ചാവ് അടിക്കും മോനെ, ഒരു കുഴപ്പമില്ല വാപ്പ, എനിക്ക് അവനെ തന്നെ മതി. ആരെല്ലാം ഉപദേശിച്ചിട്ടും ആ പെൺകുട്ടിയുടെ മനസ്സു മാറുന്നില്ല, അവള് നന്നാകുന്നില്ല, അവന്റെ കൂടെ തന്നെ പോകുന്നു. വാപ്പ കരയുന്നു, ഉമ്മ കരയുന്നു, നിലവിളിക്കുന്നു, മരിക്കുമെന്ന് പറയുന്നു, ഒരു കുഴപ്പമില്ല അവൾക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് നീയൊക്കെ അതിനെ കളിയാക്കിയപ്പോ അല്ലാഹ് നിന്റെ ചെവി അങ്ങ് അടച്ചു വെക്കും. നിന്റെ ചെവി അല്ലാഹു അടയ്ക്കും, നിന്റെ ഹൃദയം അല്ലാഹു സീല് വെക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ ചങ്ങാതി പറയുന്നത് കേട്ടാലല്ലേ നന്നാകാൻ പറ്റൂ. നിന്റെ ചെവി അല്ലാഹു അടച്ചു കഴിഞ്ഞാൽ മൂസാ നബി തന്റെ സമുദായത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കണേ? ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനല്ലേ, എന്തിനാ നിങ്ങൾ എന്നെ ഉപദ്രവിക്കുക? എന്താ നിങ്ങൾ കാണിക്കുന്നത്?
അള്ളാഹു അവരുടെ ഹൃദയങ്ങൾ അടച്ചു കളഞ്ഞു. അവരുടെ ഹൃദയങ്ങളും അവരുടെ ചെവികളും അള്ളാഹു സീല് വെച്ച് കളയും. പിന്നെ ഒരു കാലത്ത് നീയൊന്നും നന്നാകില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ടാ 50, 60, 70 വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പോഴും പള്ളിയിൽ കയറാത്ത കാക്കാമാര് നടക്കുന്നത്. ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ, റമളാനിന്റെ 1-ാമത്തെ ദിവസം എല്ലാ ഇബ്ലീസുകളെയും മലക്കുകൾ പിടിച്ച് ചങ്ങലക്കിടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇടൂലേ? നിങ്ങളുടെ നാട്ടിൽ ഇടൂലേ? റമളാനിന്റെ 1-ാമത്തെ ദിവസം ഈ ഭൂമിയിലുള്ള സർവ്വ ഇബ്ലീസുകളെയും പിടിച്ച് ചങ്ങലക്കിടും. ഇടൂലേ? എന്നിട്ട് നോമ്പ് പിടിക്കാതെ നടക്കുന്ന കാക്കാമാരില്ലേ? ഇല്ലടാ, പരസ്യമായി വീടി വലിച്ചുകൊണ്ട് നാരങ്ങ വെള്ളവും കുടിച്ചിട്ട് നടക്കണ കാക്കാമാരില്ലേ? ഇതാ സർവ്വ ശൈത്താനെയും പിടിച്ചിട്ടു. എന്നിട്ട് ഇവ ഇങ്ങനെ നടക്കാം. അപ്പൊ ഇവന്റെ ശരീരത്ത് കൂടിയിരിക്കുന്ന ശൈത്താനേതാ? പെണ്ണുമ്പിള്ള ചോദിക്കുന്നു, അമുസ്ലിമീങ്ങൾ വരെ റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നു കാക്ക, നിങ്ങൾ എന്താ പൊടി മാറിയില്ല പണി നോക്കി നടക്കാം? എനിക്ക് വെച്ചതായില്ലെങ്കിൽ അവളെ ഇടി. എടാ, വെള്ളിയാഴ്ചയെങ്കിലും പള്ളി കയറണ ആർക്ക് വെള്ളിയാഴ്ച? എന്റെ പണി നോക്ക്. കള്ളു കുടിക്കുന്നവൻ ഉസ്താദ് പ്രസംഗിക്കുന്നു, കള്ളു കുടിക്കരുത്, പിന്നെ കഞ്ചാവടിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കരുത്. ഉസ്താദിന്റെ മുന്നിൽ കൂടെ അടിച്ചുകൊണ്ട് നടക്കും. എടാ, ഉസ്താദിനെ കണ്ടാ ബഹുമാനിക്കണം. എന്നാ മുണ്ടും മടക്കി കുത്തും, അണ്ടർവെയർ വരെ വെളിയിൽ കാണുന്ന രീതിയിൽ അഹങ്കാരം. ആര് പറഞ്ഞാലും ഉൾക്കൊള്ളാൻ കഴിയാതെ നടക്കുന്ന കാരണം എന്തെന്നറിയോ? അള്ളാഹ് അടച്ചു കഴിഞ്ഞാൽ നിന്റെ കാര്യം പോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ, ഒരുത്തന് നന്നാകണമെന്ന് തോന്നിയാൽ മാത്രമേ അള്ളാഹു നന്നാക്കൂ. ഒരാൾക്ക് തോന്നണം എനിക്ക് നന്നാകണമെന്ന് എനിക്ക് തോന്നിയാലേ അല്ലാഹ്, അല്ലാതെ എന്നെ ഒരു സുപ്രഭാതത്തിൽ കുളിപ്പിച്ചെടുക്കൂല. നന്നാകണമെന്ന് തോന്നിയാൽ എത്ര വലിയ പാപം ചെയ്തവൻ അല്ലാഹ് പുറത്തു കൊടുക്കും. അതാ മനസ്സിലാക്കണ്ടേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. 199 പേരെ കൊന്ന ഒരു മനുഷ്യനുണ്ട്. അവന് 99 പേരെ കൊന്നപ്പോഴാ കുറ്റബോധം തോന്നിയത്. അല്ലാ, ഞാൻ 99 പേരെ കൊന്നല്ലോ, പടച്ചോൻ എനിക്ക് പുറത്തുതരുവോ? ഇങ്ങനെ നടന്നു വരിക. 99 പേരെ കൊന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു കാക്കാനെ കണ്ടു. ആ കാക്കാനോട് ചോദിച്ചു, എന്റെ പൊന്നാരക്ക, ഞാൻ 99 പേരെ കൊന്നു, അല്ല എനിക്ക് പുറത്തു തരുവോ? ഇല്ലടാ, അല്ല നിനക്ക് പുറത്തു തരൂല. എന്നാ പിന്നെ നീ കൂടെ ഈ സെഞ്ചുറി ആകട്ടെ. 100 അവനെ അങ്ങ് തട്ടി 100 തികച്ചു. എന്നിട്ട് ഇവൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ഉസ്താദ് നടന്നു വരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ 99 100 എണ്ണം തികച്ചിട്ട് വരികയാ, അള്ളാഹു എനിക്ക് പുറത്തു തരുവോ? ആലിമും ജാഹിലും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ പഠിക്കണം. ആലിമ് വേറെ, ജാഹില് വേറെ. ജാഹിലിനോട് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? ആദ്യം കണ്ടത് ആലിമിനോടല്ല, സാധാരണ ഒരാളോട് ചോദിച്ചു, 99 പേരെ കൊന്നു, അല്ല എനിക്ക് പുറത്തുതരുവോ? ഇല്ലടാ, കൊന്നു. 98 ഇത്ര പേരെ കൊന്നവനാടാ, നിനക്ക് റബ്ബ് പുറത്തുതരൂ? ഇല്ല. അപ്പൊ 100 തികച്ചിട്ട് പോകുമ്പോ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് സെഞ്ചുറി അടിച്ചിട്ട് വരികയാ, അള്ളാഹു പുറത്തു തരുവോ? എനിക്ക് പുറത്തു തരൂടാ അല്ലാഹ്. അതാ ആലിം. അവന് നന്നാകണമെന്ന് തോന്നി. ആ മനുഷ്യൻ ചെയ്ത തെറ്റ് അംഗീകരിച്ചവന് നന്നാകണമെന്ന് തോന്നി. അവൻ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങാൻ തയ്യാറായപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് സ്വർഗം കൊടുത്തത് എങ്ങനെയാണെന്ന് ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക്. അള്ളാഹു എങ്ങനെയാണ് സ്വർഗം കൊടുത്തത്? മലക്കുകൾ പോലും ആലിമായ മനുഷ്യൻ പറഞ്ഞു, ഈ നാട് നിനക്ക് ഇഷ്ടപ്പെട്ട നാടല്ല, ഈ നാട്ടിൽ താമസിച്ച ഇനിയും നിനക്ക് തെറ്റുകൾ ചെയ്യാൻ പറ്റും, അതുകൊണ്ട് അപ്പുറത്തൊരു നല്ല നാടുണ്ട്, നീ പോയി നന്നായിക്കോ, നീ പോയി രക്ഷപ്പെട്ടോ. ആ മനുഷ്യൻ പോകുന്ന വഴിയിൽ മരണപ്പെട്ടു പോയി. നടന്നു പോകുന്ന വഴിയിൽ മരണപ്പെട്ടു പോയി. നരകത്തിന്റെ മലക്കുകളും വന്നു, സ്വർഗത്തിന്റെ മലക്കുകളും വന്നു, ഞങ്ങൾക്ക് വേണം ഇവനെ. നരകത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് വേണം ഇവൻ, നരകത്തിന്റെ അവകാശിയാ, ഇവൻ 100 പേരെ കൊന്നവനാ, ഞങ്ങൾക്ക് വേണം. സ്വർഗത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ഇല്ല, ഇവൻ നന്നായി വന്നവനാ, നന്മയിലേക്ക് വന്നവനാ, ഇവൻ ഞങ്ങൾക്ക് വേണം. മലക്കുകൾ തമ്മിൽ മത്സരമായി. മധ്യസ്ഥനായിട്ട് അല്ലാഹു മലക്കുകളെ അയച്ചു. അവസാനം സ്ഥലം അളന്നു നോക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, നന്മയുടെ നാടുമായിട്ട് അവന് അടുപ്പിച്ചു കൊടുത്തു. അള്ളാഹു അവന് സ്വർഗം കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് പരിഗണിക്കാതെ നടക്കുന്നവരുണ്ടല്ലോ, അതിനെ നിസാരമായി തള്ളിക്കളയുന്നവരുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്ന 1-ാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹു അവനെ കൈവിട്ട് കളയുകയാ. അല്ലാഹു പിന്നെ അവന് ഹിദായത്ത് കൊടുക്കൂല. ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു അവന്റെ
ഹൃദയത്തിലേക്ക് കൊടുക്കൂല. പടച്ചവനെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ അവരുടെ ഹൃദയങ്ങൾ അല്ലാഹു സീൽ വെക്കുകയാണ്, അവരുടെ ചെവികൾ അല്ലാഹു അടച്ചു വെക്കുകയാ. പിന്നെ അവന്റെ മുന്നിൽ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും അവന് തിരിയില്ലല്ലോ. അവന്റെ സ്വന്തം മക്കളെ വെള്ള തുണിയിൽ പൊതിഞ്ഞവന്റെ മുന്നിൽ കണ്ടുവന്ന് കിടത്തിയാലും അവന്റെ കള്ളുകുടി മാറില്ല, അവന്റെ ദുസ്വഭാവങ്ങൾ മാറില്ല. പടച്ചവനെ അവന് പടച്ച റബ്ബിനെ മറന്നു നടക്കുകയാ. പേടിക്കണം സഹോദരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ ഇതാ, വിശദീകരിക്കുന്നില്ല. രണ്ടാമതായിട്ട് അല്ലാഹു പറയുകയാണ്, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, പടച്ച റബ്ബേ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉസ്താദന്മാർ അവിടെ വിശദീകരിച്ചു കൊടുക്കുമ്പോ പടച്ചവനെ നിസാരമാണല്ലോ ഇന്നത്തെ യുവതലമുറയ്ക്ക് ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോ ഇതൊക്കെ കള്ളമാണ്, ഇതൊക്കെ ഉസ്താദന്മാര് ചുമ്മാതെ പറയുന്നതാണെന്ന് പറയുന്നവരുണ്ടല്ലോ. മോനെ നിസ്കരിക്കണം, ഖുർആൻ ഓതണം, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണം, നോമ്പ് പിടിക്കണം, സദഖ കൊടുക്കണം, താടി വളർത്തണം, നല്ല വസ്ത്രം ധരിക്കണം, മുടി വെട്ടണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ ഉസ്താദ് പഴഞ്ചനാണ്, ഉസ്താദിന് ഭാഷ അറിയില്ലല്ലോ, ഇതൊക്കെ മോഡലാണെന്ന് പറഞ്ഞു പുച്ഛിച്ച് തള്ളുന്നവനുണ്ടല്ലോ. ഉസ്താദ് 6ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് പരിഹസിക്കുന്നവരുണ്ടല്ലോ. ഉസ്താദ് പറയുന്ന മുടി വളർത്തിക്കൊണ്ട് നടക്കുന്നവന്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്നവന് നരകമുണ്ടെന്ന് ഖുർആൻ പറയുമ്പോ യുവതലമുറ ചോദിക്കുന്ന, ഉസ്താദേ നരകം എവിടെയാണ് ഇരിക്കുന്നത്? ആകാശത്തിലാണോ, ഭൂമിയിലാണോ, കടലിന്റെ അടിത്തട്ടിലാണോ, എവിടെയാണ് നരകമിരിക്കുന്നത്? ഇതൊക്കെ ചുമ്മാതെ പറയുന്നതല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് നിരത്തി നിന്നോട് പറഞ്ഞു തരുമ്പോ എന്തൊക്കെ പേക്കൂത്തുകളാണ്, എന്തെല്ലാം അനാചാരങ്ങളാണ്. പടച്ച റബ്ബേ വേണമെങ്കിൽ വിശ്വസിച്ചാ മതിയടാ, ഈ നരകവും സ്വർഗമൊക്കെ ഉണ്ടെന്ന് നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. വിശ്വസിക്കുന്ന ഒരു സമയമുണ്ടടാ, ഈ ദുനിയാവിൽ വെച്ച് നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിലും അല്ലാഹു നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് നരകത്തെ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടടാ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മോദി കഴിയുമ്പോ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവന്, ഇഴഞ്ഞു വരുന്നവന്, മുഖത്ത് മാംസമില്ലാത്തവന്, കുഷ്ഠരോഗിയെ പോലെ വരുന്നവന്, പെണ്ടാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവന്, പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ കടന്നു വരുന്നവർ, ഇതുപോലെ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് മലക്കുകൾ നിന്നെ കൊണ്ടുവരുന്ന ദിവസമുണ്ടല്ലോ. അന്ന് പടച്ച റബ്ബിന്റെ കോടതിയിലെ ചെമ്പിന്റെ തറയിലെ തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ദിവസം, മുടുതുണിയില്ലാതെ ചെരുപ്പില്ലാതെ റബ്ബിന്റെ കോടതിയിൽ നിന്ന് പിടയുന്ന ദിവസമുണ്ടല്ലോ. യാ അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, നാളെ ചെമ്പിന്റെ തറയിൽ നിന്ന് നിലവിളിക്കുമ്പോ യാ ഹസ്റതാ യാ വൈലതാ, നീ സ്വന്തമായി ശപിക്കുന്ന ഒരു ദിവസമുണ്ടടാ, നീ നിലവിളിക്കുമടാ, ഉടുതുണിയില്ലാതെ തലതാഴ്ത്തി നിന്നുകൊണ്ട് പിടയുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. അന്ന് പടച്ച റബ്ബിന്റെ കോടതിയിലെ ചെമ്പിന്റെ തറയിൽ ഇങ്ങനെ നിരന്നു നിൽക്കുകയാ. 15 ലക്ഷം കിലോമീറ്ററോളം മുകളിലുണ്ടായിരുന്ന സൂര്യൻ ഇന്ന് പാതിരാത്രി 10 മണിയായി ആ സൂര്യന്റെ ചൂട് സഹിക്കാൻ കഴിയാതെ എന്റെയും നിങ്ങളുടെയും ശരീരം വിയർക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു ചാണ് മുകളിലേക്ക് അല്ലാഹു കൊണ്ടുവരുമടാ. ഈ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന പടച്ച റബ്ബിന്റെ സൂര്യനുണ്ടല്ലോ, അന്ന് ഒരു ചാണ് മുകളിൽ അല്ലാഹു നിന്റെ തലയുടെ മുകളിലേക്ക് ഇറക്കുകയാണ്. വസ്ത്രമില്ലല്ലോ, ചെരുപ്പില്ലല്ലോ, ചെമ്പിന്റെ തറയിലാ ചെറുപ്പക്കാരാ, ചെമ്പിന്റെ തറയിൽ ഇങ്ങനെ നിൽക്കുമടാ. ഭയാനകമായ ദിവസമാ, ചൂടുള്ള നാളുണ്ട്, കിയാമം നാളാ,
ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള വൻദോഷ വണ്ടിയുമായി വരുന്നേ കാള ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള മോനിയെ ചെളിയുള്ള മണ്ണ് വെള്ളം കലർത്തിയിട്ട് ചെറിയ ഇഷ്ടികമുണ്ടാക്കുമല്ലോ അത് ഉണക്കിയിട്ട് അടുക്കി വെച്ചിട്ട് പച്ചവറകിട്ട് കത്തിക്കുന്ന ചൂള കണ്ടിട്ടുണ്ടോടാ ചെറുപ്പക്കാരാ? ഒന്നുമല്ലടാ പൊന്നുമോനെ, ഈ ചെറുപ്പത്തിൽ കാളവണ്ടി കണ്ടിട്ടുണ്ടല്ലോ? ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാളയുടെ വായിലൂടെ പതയും നുരയും ഒലിക്കുന്നത് നീ കണ്ടിട്ടില്ലേ? ഇതുപോലെ നാളെ കാണാമടാ എന്റെ ചെറുപ്പക്കാരാ. മോനെ, ഉമ്മ ചോറ് തിളപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോടാ? നിന്റെ പ്രിയപ്പെട്ട മാതാവ് വീട്ടിൽ ചോറ് വെക്കുമല്ലോ. ആ ചോറ് വെക്കുന്ന സമയത്ത് തിളച്ച വെള്ളത്തിന്റെ അകത്ത് കിടന്ന് ചോറ് തിളയ്ക്കുന്നത് കാണുന്നവരല്ലേ എന്റെ ചെറുപ്പക്കാരാ? നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന മൂളയുണ്ടല്ലോടാ, അത് തിളയ്ക്കുമടാ. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസം വരാറുണ്ടടാ. അങ്ങനെ പടച്ച റബ്ബിന്റെ കോടതിയില് ഞാനും നിങ്ങളും നിൽക്കുമ്പോ അല്ലാഹുവേ, ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു പോവുകയാണ്. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്ത് ചെന്നിട്ട് അവിടെന്ന് പറയുന്നു, മാലിക്കേ, നരകത്തിന്റെ ഒരു ഭാഗത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. നരകത്തിനെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. മാലിക് എന്ന് പറയുന്ന മലക്ക് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ജിബ്രീലേ, എങ്ങനെയാ ജിബ്രീലേ ഈ നരകത്തെ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാ ജിബ്രീലേ? എനിക്ക് കഴിയില്ല ജിബ്രീൽ. ആ സമയത്ത് പറയുന്നു, അല്ലാഹുവിന്റെ കൽപ്പനയാ. മാലിക്കേ, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ കൽപ്പനയാ. അല്ലാഹുവിന്റെ കൽപ്പനയാണല്ലോ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും ചങ്ങലയെടുത്ത് കൊണ്ടുവരികയാണ്. 70,000 ചങ്ങലകൾ കൊണ്ടുവരികയാണ്. നരകത്തിന്റെ ഒരു ഭാഗത്ത് ബന്ധിപ്പിക്കുകയാണ്. 70,000 ചങ്ങലകളില് നരകത്തിന്റെ ഒരു ഭാഗത്ത് ബന്ധിപ്പിക്കുകയാ. ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകളാ. ചങ്ങലയെ കുറിച്ച് നിനക്കറിയുമോ? ഞാനും ഞങ്ങളും ചങ്ങല കണ്ടിട്ടുണ്ടല്ലോ. ആ ചങ്ങലയിൽ ഇങ്ങനെ കൊളുത്തുകളുണ്ടല്ലോ, ചെറിയ ചെറിയ കൊളുത്തുകൾ കാണാമല്ലോ. നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലിപ്പം നിനക്കറിയുമോ? നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലിപ്പം നിനക്കറിയോ? ഈ കാണുന്ന പ്രപഞ്ചത്തിനെക്കാളും വലുതാ. ഇങ്ങനെ 70,000 ചങ്ങലകള്, ഓരോ ചങ്ങലയിലും 70,000 മലക്കുകള്. അവര് കരഞ്ഞു വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ കൊണ്ടുവരുമ്പോ ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിനോട് പറയുന്നത് എന്തെന്നറിയോ? റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ്, കണ്ടുപടച്ചവനെ, നരകത്തെ കണ്ടുപടച്ചവനെ, നരകത്തിന്റെ തീ കണ്ടുപടച്ചവനെ, നരകത്തിന്റെ വലിപ്പം കണ്ടു പടച്ചവനെ, ആ നരകത്തിന്റെ ഭയാനകമായ അവസ്ഥകൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു റബ്ബേ. കാണുമടാ ചെറുപ്പക്കാരാ, വസമിഅനാ, കേൾക്കുന്നു റബ്ബേ. അത് കടന്ന് വിളിക്കുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേൾക്കുന്നു പടച്ചവനെ. ഫർജിഅനാ,
ഫർജിഅനാ, ഒരു ചാൻസ് തരുവോ അല്ലാഹ്. നാളെ പരലോകത്ത് കിടന്ന് തെണ്ടുമെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ കലാമിനെ അവഗണിക്കുന്നവർ, അതിനെ നിസാരമാക്കി കളയുന്നവർ, മനുഷ്യ നിനക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടടാ, അല്ലാഹു നിനക്ക് ഒരുക്കി വെച്ചിരിക്കുകയാ. അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹു നിനക്ക് ഭയാനകമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുമ്പോ പറച്ചവനെ ഇന്ന് കളിയാക്കലാണ്, പരിഹാസമാണ്. അല്ലാഹു പറയുകയാ, നിനക്ക് വേണ്ടി ഞാൻ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ഭയാനകമായ ശിക്ഷ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദന്മാരൊക്കെ ഇത് പറയുമ്പോ ചോദിക്കും, ഉസ്താദെ ഇതൊക്കെ വെറുതെ പറയണതല്ലേ, ഇതൊക്കെ എവിടെയാ ഉള്ളത്, ഇതൊക്കെ എവിടെയാ ഉള്ളത്, ഈ സ്വർഗ നരകമൊക്കെ എവിടെ, ചുമ്മാതെ പറയുന്നതല്ലേ. എടാ നീ നേരെ ചുവ നടക്കട, 5 നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു, നിസ്കരിക്കുക. അത് ഉസ്താദന്മാർക്കുള്ളത്, പ്രായമുള്ള കുറെ വാപ്പമാർക്കുള്ളത്, നമുക്കൊന്നും ഇല്ല. നമ്മൾ യൂത്ത്. എടാ മോനെ നല്ലപോലെ നടക്കട, മുടിവെട്ടടാ. പിന്നെ ഉസ്താൻ അങ്ങനെയൊക്കെ പറയാം, മുട്ടയടിച്ച് അടക്കാം. ഇതൊക്കെ ഫാഷനാ ഉസ്താദെ, പുതിയ മോഡൽ ഇപ്പത്തെ മുടിവെട്ടൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ദീനിന്റെ നിയമങ്ങൾ പറയുമ്പോ എടാ അങ്ങനെ നടക്കരുത്, നാലിച്ചു നിൽക്കും നമ്മുടെ കാലഘട്ടം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ആൺകുട്ടികൾക്ക് വേറെ സ്കൂള്, പെൺകുട്ടികൾക്ക് വേറെ സ്കൂള്. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആൺകുട്ടികൾ വേറെ ഇരിക്കുന്നു, പെൺകുട്ടികൾ വേറെ ഇരിക്കുന്നു. ഇപ്പൊ പറയുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ബെഞ്ചിൽ ഇരിക്കുന്നതാണ് നല്ലത് എന്ന്. എവിടെ എത്തി കാലഘട്ടം? എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് ഒരാൾ കൈപിടിച്ചുകൊണ്ട്, ഒരാണും പെണ്ണും കൈപിടിച്ചുകൊണ്ട് നടക്കുന്നത് തെറ്റല്ലാതെ മാറിയിരിക്കുന്നു. തന്റെ ഭർത്താവ് വിവാഹം കഴിഞ്ഞ ഒരു പെണ്ണ് തന്റെ ഇഷ്ടത്തോടുകൂടി മറ്റൊരു മനുഷ്യനുമായി ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കേസില്ലാത്ത കാലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെ എത്തി നിൽക്കുന്നു മനുഷ്യൻ? എന്റെ പ്രിയപ്പെട്ടവരെ, അറിവുള്ളവനും ഒരു ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വവും പവിത്രതയും മനസ്സിലാക്കാതെ ഇന്ന് നടക്കുന്ന ആർഭാട വിവാഹങ്ങൾ, ഓരോ വിവാഹങ്ങളെ കുറിച്ച് ചിന്തിക്കണം. എന്തൊരു അഹങ്കാരമാ, എന്തൊരു ധിക്കാരമാ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ നിസ്സാരമാക്കുക. പണ്ടൊക്കെ ഒരു ദിവസം കല്യാണം, ഇന്ന് 5 ദിവസം കല്യാണം. ഓരോ ദിവസവും മൈലാഞ്ചി കല്യാണം, മഞ്ഞ കല്യാണം, ആ കല്യാണം, ഈ കല്യാണം. അഹങ്കാരം. എടോ, മുസ്ലിം അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു മതവിശ്വാസി ഇങ്ങനെ നടത്തുന്നുണ്ടോ? നീ ചിന്തിക്കേണ്ടത്, മുസ്ലിം അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഹൈന്ദവനോ ഒരു ക്രിസ്തുമത വിശ്വാസിയോ, കോടീശ്വരനാകട്ടെ, കോടിക്കണക്കിന് ആസ്തിയുള്ളവൻ നടത്തും ഇതുള്ള വിവാഹം. താർപാട വിവാഹങ്ങൾ, ഗാനമേള, കല്യാണ വീട്ടിൽ നിന്ന് ഗാനമേള. പടച്ചറബ്ബേ, അത് മുസ്ലിം പെൺകുട്ടികൾ തന്നെ. പുതിയ പുതിയ പാട്ട്, ആട്ടം. എടോ, ഏറ്റവും വലിയ വിഷമം, നിന്റെ വീട്ടിൽ നീ പാട്ട് നാടുകയോ ഗാനമേള നടത്തുകയോ, അത് നിന്റെ ഇഷ്ടം. നീ എന്തിനാ ഇത് വീഡിയോ പിടിച്ചിട്ട് യൂട്യൂബിൽ ഇടുന്നത്? നാണം കെട്ട, നെറികെട്ട സ്വഭാവം. നിന്നെയൊക്കെ അള്ളാഹു വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ പറയുമ്പോ ഉസ്താദ് അങ്ങനെയൊക്കെ പറയും, ഉസ്താദിന് എന്ത് വേണമെങ്കിലും പറയാമല്ലോ, കളിയാക്കും, നമ്മളെ പരിഹസിക്കും. ഇതൊക്കെ ചെയ്യുന്നത് തെറ്റില്ല എന്ന് പറയാനും, താടി വളർത്തിയവൻ, തഴമ്പുള്ളവൻ, കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ഇങ്ങനെയുള്ളവന്മാർ ഇവനൊന്ന് കണ്ണ് കാണാതെ നടക്കാം. സ്വന്തം മക്കളുടെ വീട്ടിലെ വിവാഹങ്ങൾ വരുമ്പോ കുടുംബത്തിൽ തിരുത്തിക്കൊടുക്കാൻ ഒരു മനുഷ്യനില്ലാതെ പോകുന്നല്ലോ. ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ആ കുടുംബത്തിൽ ഒരു നല്ലവനില്ലാതെ പോകുന്നല്ലോ എന്ന സങ്കടം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് വേണമെങ്കിലും കാണിച്ചോ. ഇന്ത്യ മഹാരാജ്യം, നീ ജീവിക്കുന്ന ഈ രാജ്യത്ത് നിനക്ക് എന്തിനും സ്വാതന്ത്ര്യമുണ്ട്. എന്ത് വേണമെങ്കിലും തിന്നാം, എന്ത് വേണമെങ്കിലും കുടിക്കാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം. ഒന്നുമില്ല. നിനക്ക് എന്ത് പ്രവർത്തനങ്ങളും വേണമെങ്കിലും കാണിക്കാം. നിന്റെ കൂടെ അതിന് ആളുണ്ട്. ഇതൊക്കെ ചെയ്യാനും പറയാനും നടത്താനും നിന്റെ കൂടെ ആളുണ്ടോ? പറയുന്ന ഉസ്താദിനെ പരിഹസിക്കാനും നാണം കെടുത്താനും അവരെ വളരെ മോശക്കാരനാക്കാൻ നിന്നെ കൊണ്ട് പറ്റും. പക്ഷേ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏതായത്ത് നിങ്ങൾ മറന്നുപോയാലും ഒരായത്ത് നിങ്ങൾ മറക്കരുത്, ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെയുള്ള പരിപാടികൾ വളരെ മോശമായ രീതിയിൽ അള്ളാഹുവിന്റെ ദീനിനെ പോലും നാണം കെടുത്തുന്ന രീതിയിൽ. എന്ത് ചെയ്തിടോ, ദീൻ എന്തിനാ നാണം കെടുത്തുന്നേ? എത്രയോ പേര് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഈ പരിശുദ്ധമായ ദീൻ, ഈ ദീനിനെ എന്തിനാ നിങ്ങൾ പരിഹസിക്കുന്നത്? ഈ ദീനിനെ മറ്റുള്ളവരുടെ മുന്നിൽ എന്തിനാ തരം താഴ്ത്തുന്നത്? എന്റെ പ്രിയപ്പെട്ടവർ, ഇങ്ങനെയുള്ള പേക്കൂത്തുകൾ കാണിക്കുമ്പോൾ നിനക്ക് ഈ കോലമൊന്ന് മാറ്റിക്കൂടെ? ഈ രൂപമൊന്ന് മാറ്റിക്കിട്ട്, ഈ കോലമൊന്ന്, ഫർദയൊന്ന് ഊരി മാറ്റിക്കിട്ട് നിനക്കൊക്കെ ചെയ്തൂടെ? എന്തിനായി നാണം കെടുത്തുന്നത്?
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം, മറന്നു പോകരുത് ഒരു മനുഷ്യനും. ഏതൊക്കെ ആയത്ത് മറന്നു പോയാലും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഇത് ഭീഷണിയാണ്, ഇത് അള്ളാഹുവിന്റെ ഭീഷണിയാണടാ, അള്ളാഹുവിന്റെ താക്കീതാണടാ. അള്ളാഹു പറയുകയാ, എന്തു മറന്നു പോയാലും നീ മറന്നു പോകരുത്. ഒരു സ്വഹാബിയുടെ ചരിത്രം അറിയുമല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാ, യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. പോകുന്ന വഴിയിൽ ഒരു നാട്ടിൽ ചെന്നപ്പോ ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാ. പടച്ചവനെ, ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോ സഹാബത്തിന്റെ ഇടയിലുള്ള ഒരു ചെറുപ്പക്കാരൻ ആ പെണ്ണിനോട് പ്രണയം തോന്നുകയാണ്, അവളോട് വല്ലാത്ത മോഹം തോന്നുകയാണ്. പടച്ചവനെ, അവൻ പറഞ്ഞു, ഞാൻ ആ പെണ്ണിനോട് എന്റെ ആഗ്രഹം പറയാൻ പോകുകയാ. കൂടുള്ള സ്വഹാബികൾ പറഞ്ഞു, വേണ്ട, ആരും പറഞ്ഞിട്ട് കേൾക്കാതെ ആ ചെറുപ്പക്കാരൻ ആ സുന്ദരിയായ പെണ്ണിന്റെ ചാരത്തു ചെന്നു. തന്റെ മോഹം അവിടെ നിന്ന് പറഞ്ഞപ്പോ യഹൂദിയായ പെണ്ണ് പറയുകയാ, എന്റെ മതത്തിലേക്ക് നീ കടന്നു വന്നാൽ നിന്നെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ വലിച്ചെറിഞ്ഞിട്ടു ആ ചെറുപ്പക്കാരൻ ആ പെണ്ണിന്റെ സൗന്ദര്യം കണ്ടവളുടെ മതത്തിലേക്ക് കടന്നു പോവുകയാണ്. പടച്ച റബ്ബേ, ആ യുദ്ധം പോലും പരാജയപ്പെടുകയാ, ആ യുദ്ധം പോലും പരാജയപ്പെടുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾ കഴിഞ്ഞു. അന്ന് യുദ്ധത്തിന് വന്ന സ്വഹാബാക്കളിൽ ഒരാൾ ആ നാട്ടിലൂടെ പോകുമ്പോ അവിടുന്ന് ചിന്തിച്ചു, അല്ലാ, പണ്ട് ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന് വന്ന ഒരു കൂട്ടുകാരൻ ഇവിടെ പെണ്ണ് കെട്ടി മതം മാറി ജീവിക്കുന്നുണ്ടല്ലോ, അവനെ കുറിച്ചും അറിയണമല്ലോ. അന്വേഷിക്കുകയാണ്, കണ്ടുപിടിക്കുകയാണ്. ആ ചെറുപ്പക്കാരന്റെ അടുക്കൽ ചെന്ന് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാ. അവസാനം പിരിയാ സമയമായപ്പോ അവിടുന്ന് ചോദിക്കുന്ന, ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിളായിരുന്നല്ലോ. നീ സാധാരണ ഒരാളല്ല, നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഒരു ഹാഫിളായിരുന്നല്ലോ. നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? മതം മാറി പെണ്ണിന്റെ കൂടെ ജീവിക്കുന്ന ചെറുപ്പക്കാരാ, നിനക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് നിനക്ക് ഓർമ്മയുണ്ടോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞില്ല, എല്ലാം മറന്നുപോയി. 6600 പരം വരുന്ന ഖുർആനിലെ എല്ലാ ആയത്തുകളും ഞാൻ മറന്നുപോയി. പക്ഷേ ഒരേ ഒരായത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ എല്ലാം മറന്നാൽ എനിക്ക് ഓർമ്മയുള്ള ഒരേ ഒരായത്ത് എനിക്ക് ഓർമ്മയുണ്ട്. പേടിക്കണം ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ പ്രായമുള്ള വാപ്പമാര് നിന്റെ കണ്ണിന്റെ മുന്നിലൂടെ നടന്ന് പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോ ആ വാപ്പ പോകുന്ന കാഴ്ച കണ്ടിട്ട് പോലും നിസ്കരിക്കാൻ കേറാത്തവന്, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുന്ന ശബ്ദം നിന്റെ വീട്ടിലിരുന്ന് കേട്ടിട്ട് പോലും പോകാത്തവന്, പടച്ചവനെ, പ്രായം ചെന്ന ഉമ്മമാര് മഗ്രിബ് കഴിഞ്ഞ് വീടിന്റെ നിസ്കാര റൂമിനകത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അതേ വീട്ടിൽ ഹാളിന്റെ അകത്ത് സീരിയൽ കണ്ടുകൊണ്ടിരുന്ന അഹങ്കരിക്കുന്ന പെങ്ങള്, തലമറക്കാതെ ശരീരം മറക്കാതെ കടന്ന് പേക്കൂത്തുകൾ കാണിക്കുന്ന പെങ്ങള്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ എന്ത് മറന്നാലും ഈ ആയത്ത് നീ മറക്കരുത്. ഏതൊക്കെ ആയത്ത് നിങ്ങൾ മറന്നു പോയാലും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് മറക്കരുത്. ഏതായത്തെന്നറിയോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയുകയാ, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. വിശുദ്ധമായ ഖുർആൻ വിടന്ന് ചോദിക്കുകയാ, ഏതായത്ത് മറന്നു പോയാലും ഈ ആയത്ത് മറക്കരുത്. ഏതായത്തെന്നറിയോ? നമ്മൾ പറയുമല്ലോ, ഓന്തോടിയ എവിടെ വരെ പോകും. ഇതൊരു ചോദ്യമാ. ഓന്തോടിയ എവിടെ വരെ പോകും? ഇതൊരു പഴഞ്ചൊല്ല. അല്ലാഹു പറയുകയാ, ഇട നീ പോയാ എവിടെ വരെ പോകും?
നീ പോയാ ഗാനമേള നടത്തണോ, അനാചാരങ്ങൾ നടത്തണോ, കള്ളു കുടിക്കണോ, വ്യഭിചരിക്കണോ, എന്തു വേണമെങ്കിലും നീ ചെയ്തോ. എവിടെ വരെ പോകും? എവിടെ പോയാലും എന്റെ മുന്നിൽ തന്നെ നീ വരും. നീയൊക്കെ എന്തൊക്കെ കാണിച്ചു നടന്നാലും, നീയൊക്കെ എവിടൊക്കെ പോയാലും അവസാനം എന്റെ മുന്നിൽ നീ വരും. അന്ന് ഞാൻ കാണിച്ചു തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് ഭീഷണിയാണോ? ഇതാ അള്ളാഹു. അഹങ്കരിക്കാനുള്ള അവകാശം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അള്ളാഹ് പറയണേ, നീയൊക്കെ എന്ത് കാണിച്ചാലും എന്റെ കാൽ ചുവട്ടിൽ വരും. നീയൊക്കെ അവസാനം എന്റെ മുന്നിൽ വരുമല്ലോ, അന്ന് ഞാൻ കാണിച്ചു തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്ക അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് പേടിക്കണം. നിസ്സാരമല്ല, കളിയും തമാശയുമല്ല, ഭയപ്പെടണം. നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല അള്ളാഹുവിന്റെ ഖുർആൻ. ഇങ്ങനെ കേട്ട് രസത്തോടെ തള്ളിക്കളയാനുള്ളതല്ല. അത് കേട്ട് കഴിഞ്ഞാൽ നീ ചിന്തിക്കണം, നീ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, ഉൾക്കൊള്ളാൻ തയ്യാറാകണം. ഇറച്ചിക്കോഴിയെ പോലെ നടന്നാ പോരാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.